ഒരു പോർഷൻ ഉണ്ട്, ഒരു ബാത്റൂം സീക്വൻസ്, എന്താണെന്ന് ഞാൻ പറയുന്നില്ല. അതിങ്ങനെ എഡിറ്റ് ചെയ്ത് വന്നപ്പോൾ ഷൺമുഖൻ എന്താണോ ഫീൽ ചെയ്യുന്നത് അത് നമുക്ക് കിട്ടുമല്ലോ. ലാൽ സാറിൻ്റെ ശബ്ദവും റിയാക്ഷനൊക്കെ കിട്ടിയിട്ട് ബാക്കി എല്ലാ സീനും ഒരു ഹാഫ് ഡേയിലേക്ക് തീർന്ന് പോകുന്നത്, 1, 2, 3 സീനൊക്കെ ഒരു ദിവസം, അല്ലെങ്കിൽ മാക്സിമം ഒരു 5 സീനൊക്കെ ഒരു ദിവസം തീരാറുണ്ട്. ഈ ഒരു സീനിൽ വന്നിട്ട് സ്റ്റക്കായി. അതാണ് വാവ് അടിപ്പിച്ച ആ ഒരു സീനല്ലേ. ഞാൻ ട്രോമയിലായി പോയി. കാരണം നമ്മൾ ആ ഷോർട്സ് ഇങ്ങനെ ഓർഡർ ചെയ്ത് ഇങ്ങനെ വരുമ്പോൾ ആ ഒരു സീക്വൻസാണ്, അതിൻ്റെ ആ ഇദ്ദേഹം എന്തൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ ചിന്തിക്കും. ഈ പെർഫോമൻസ് ചെയ്യുമ്പോൾ ഇദ്ദേഹം ഏതിലൂടെയൊക്കെ പോയിട്ടുണ്ടാവും, എന്തായിരിക്കും ഇദ്ദേഹം ചിന്തിക്കുക. അപ്പോൾ ഞാൻ തരൺചേട്ടനോട് ചോദിക്കും. തരൺചേട്ടൻ ഇങ്ങനെ ബൂസ്റ്റ് ചെയ്യും. അപ്പോൾ അത് കേട്ടിട്ട് വന്നിട്ട് കാണുമ്പോഴാണ് കൂടുതൽ ഇമോഷണൽ ആവും. നമ്മളങ്ങ് ലോസ്റ്റ് ആവും. എനിക്ക് പിന്നെ കുറച്ച് നേരത്തേക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ആയിട്ടുണ്ട്. ഇങ്ങനത്തെ പെയിനിലായിരിക്കില്ല അദ്ദേഹം നിൽക്കുക എന്നുള്ളൊരു വിഷമത്തിലേക്ക് ആയിപ്പോയി. ആ സീക്വൻസാണ് വല്ലാതെ ഹോണ്ട് ചെയ്തൊരു സീൻ.